ദൈവം അനുവദിച്ചതോർത്ത് നന്ദി പറയും. നമ്മളെ 2 ക്ലാസ്സുകൾ നമുക്ക് ഒന്നിച്ചു കൂടി ധ്യാനിപ്പാനായിട്ട് ഇടയായി. ഒന്നിച്ചുകൂടി ധ്യാനിച്ചപ്പോൾ ഭാവിയിൽ സംഭവിക്കുന്ന ഒരു ഏകലോക ഗവൺമെന്റും അതോട് അനുബന്ധിച്ച് എതിർക്രിസ്തുവിന്റെ വ്യാപാര തലസ്ഥാനം ബാബിലോൺ എന്ന് പറയുന്ന പട്ടണമായി തീരുമെന്നും നമ്മൾ കണ്ടു. അത് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലെ ബാബിലോൺ പട്ടണത്തിൽ വ്യാപാരം നടത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. സക്കറിയ പ്രവചനം 5-ാം അധ്യായത്തെയൊക്കെ ആസ്പദമാക്കി തർക്കമറ്റ സംഗതിയാണ് ഈ ബാബിലോൺ എന്ന് പറയുന്നത്. പുരാതന ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ചരിത്രമാണ്. അത് ഇന്നത്തെ ഇറാഖിന്റെ പ്രദേശമാണെന്നും ഇറാഖ് വീണ്ടും പുതുക്കിപ്പണിയും അല്ലെങ്കിൽ ഒരു വലിയ വ്യാപാര സെന്ററായി മാറുമെന്ന് വളരെ വ്യക്തമായ ദൈവവചനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ ദൂതുകൾ നൽകിയ ശേഷം, വേറെ ഇടത്ത് നൽകിയ ശേഷം, ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് വളരെ അടുത്തിടപെടുന്ന ആള് സംസാരിക്കുകയുണ്ടായി. അവര് മെഡിക്കൽ ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. എന്നോട് പറഞ്ഞു, ഇറാഖില് ഞങ്ങള് ഗൾഫിൽ ശ്രമിച്ചാൽ എല്ലാവരും കൂടെ ഈ സ്കാനിങ് മെഷീന് ഒരു 10 കൂടുതൽ വിൽക്കാനൊക്കില്ല. ഇറാഖിൽ മാത്രം 40 ഒരു വർഷം വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവ പറഞ്ഞു, ഒരുപാട് ഹോസ്പിറ്റൽസും വലിയ പണികൾ അവിടെ നടക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരോട് സക്കറിയാവ് 5-നെ ആസ്പദമാക്കി നമ്മൾ ധ്യാനിച്ചത് ഓർത്തു. ഇറാഖ് വീണ്ടും പണിയപ്പെടും, ലോകത്തിലെ വ്യാപാര കേന്ദ്രമായി മാറും. അനേകര് ധനം വർദ്ധിപ്പിക്കുന്ന ഒരു സെന്ററായി രാഷ്ട്രങ്ങളും ആഗോള, നമ്മൾ ഓർത്തതുപോലെ എസെക്കിയേൽ 11-ൽ സോർ എന്ന് പറയുന്ന പട്ടണം ലോക വ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്ന പോലെ ഇറാഖ് അല്ലെങ്കിൽ ബാബിലോൺ വീണ്ടും പണിയപ്പെടും എന്നുള്ളത് ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ ആ വിഷയം അങ്ങ് വിടുകയാണ്. എന്നാൽ ഞാൻ ആ പഠനത്തിൽ ഓർപ്പിച്ചു, ഒരു ഏകലോക മതവും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇത് പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഈ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ സബ്ജക്റ്റ് ഗ്രഹിക്കുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഒറ്റ കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ആദ്യം ഒരു ഫ്യൂ വേഴ്സസ് വായിച്ചിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരാം. റെവലേഷൻ ചാപ്റ്റർ 17, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം. വളരെ സാവകാശത്തിൽ ഞാൻ മുന്നോട്ട് പോകാം. കാരണം വിശ്വാസികൾക്ക് വളരെ മറഞ്ഞിരിക്കുന്ന, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ഒരു വേദഭാഗമാണ് ഞാൻ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ അതിൻ്റെ ആരംഭവാക്യങ്ങൾ വായിച്ചു തുടങ്ങുകയാണ്. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് സംസാരിച്ച് വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാമേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിലൊരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പും നിറമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പഠിച്ചിരുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്ന ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ദൂതനോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും
ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന പേര് എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്ന് ഇരിക്കേണ്ടതാകും. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. ഞാൻ ആ അധ്യായം മുഴുവൻ അങ്ങ് വായിക്കാം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊത്ത് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുന്നതാരും. അവർ ഒരേ അഭിപ്രായമുള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാടും തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദോഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും. അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തൻ്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. ദൈവാത്മാവ് വളരെ ശക്തമായ ഒരു വെളിപ്പാട് നമുക്കിവിടെ തരികയാണ്. ഉപരിതലത്തിലൂടെ നടക്കുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർഫ്ലസ് ഒരു 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 സ്പിരിച്വൽ ലൈഫിൽ ഉള്ളവർക്ക് ഗ്രഹിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അവസാനമായി പത്രോസ് പറഞ്ഞ പോലെ കട്ടിയായ ആഹാരം എന്ന് പറയുന്നതിൽ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ തിരുവചനത്തിൽ വായിച്ചത്. എന്നാൽ ഇതിൻ്റെ വ്യാഖ്യാനം ദൈവവചനത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന സിംബോളിക്കലായിട്ട് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒന്നുകിൽ വ്യാഖ്യാനം അവിടെ തന്നെ പരിശുദ്ധാത്മാവ് തരും, അല്ലെങ്കിൽ തിരുവചനത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തിൽ അത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് അത് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്കതുകൊണ്ട് ഈ ഭാഗത്തിലേക്ക് പോകാം. നമുക്കറിയാം, സഭ മാറ്റപ്പെട്ട ശേഷം ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു. ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് 13-ാം അധ്യായമാണ് അതിൻ്റെ ഏറ്റവും കാതലായ ഒരു ചാപ്റ്റർ. അതോട് ചേർത്ത് ധ്യാനിക്കേണ്ടതാണ് ഈ 17-ഉം 18-ഉം അധ്യായം. 13-ാം അധ്യായത്തിൽ നാം കണ്ട നോക്കാം 1-ാം വാക്യം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ വളരെ ദീർഘമായ പഠനം ദാനിയേലിന്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും, പഠിക്കാൻ കഴിയും. ഞാൻ അവിടോട്ട് ദീർഘമായി പോവുകയല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പഠനത്തിൽ ശ്രദ്ധിച്ചു. 7-ാം വാക്യത്തിൽ സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ആഗോളമായ ഒരു ഭരണകർത്താവിനെയാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. ജാതീയ ഭരണത്തിന്റെ അവസാനം ഉടലെടുക്കേണ്ട ഒരു രാഷ്ട്രീയ സംഹിതയും അതിൻ്റെ നെറുകയിൽ എപ്പക്സിൽ ഭരണത്തിലേറുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എതിർക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തുവാണ്. അദ്ദേഹത്തിന്റെ അധികാരം സർവഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിക്കും. അതാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ചത്. ഈ മൃഗം നമ്മൾ 17-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടിഞ്ഞൂപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. എത്ര ക്ലിയർ ആയിട്ടാണ് ദൈവാത്മാവ് നമ്മളെ ഇത് ഓർപ്പിക്കുന്നത്.
നമ്മൾ 13-ാം അധ്യായത്തിൽ ഒരു രാഷ്ട്രീയ സംഹിത അല്ലെങ്കിൽ അവസാനം ഉടലെടുത്തു വരേണ്ട 10 രാജ്യങ്ങളുടെ ഒരു സംഘടന, ആ പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ നവോത്ഥാനം, അതിന്റെ നെറുകയിലിരിക്കുന്ന വ്യക്തിയാണ് എതിർ ക്രിസ്തു. ആ എതിർ ക്രിസ്തു ഭരണം ഏറ്റെടുത്തു. ആ എതിർ ക്രിസ്തു ഭരണം ഏറ്റെടുത്തപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഹോപദ്രവ കാലഘട്ടത്തിന്റെ ആദ്യത്തെ 3.5 വർഷം ഈ മൃഗത്തെ നയിക്കുവാൻ മൃഗത്തിന്റെ മുകളിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ മൃഗവും ഈ സ്ത്രീയും കൂടെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുകയാണ്. ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം, മൃഗത്തെ നയിക്കുന്നത് ഈ സ്ത്രീയാണ്, ഈ സ്ത്രീയെ ക്യാരി ചെയ്യുന്നത് ഈ മൃഗമാണ്. മൃഗം നമ്മൾ കണ്ടു അവസാനം എഴുന്നേൽക്കേണ്ട റോമൻ സാമ്രാജ്യം, നവോത്ഥാനം പ്രാപിക്കുന്ന പുരാതന റോമൻ സാമ്രാജ്യം. എന്നാൽ ആ സാമ്രാജ്യത്തെ നയിക്കുന്നതും മുന്നോട്ട് ഗമിക്കുവാൻ ഇടയാക്കി തീർക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഈ സ്ത്രീയാണ്. ഈ സ്ത്രീയാണ് നമ്മൾ 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ, അതിന്റെ 18 വരെ വായിക്കുമ്പോൾ, മറ്റൊരു മൃഗം, ഈ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞ മൃഗമല്ല, അത് രാഷ്ട്രീയ നേതാവാണ്. ഇവിടെ വായിക്കുന്നു മറ്റൊരു മൃഗം, അനദർ ബീസ്റ്റ്. ഈ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്ന മൃഗം അത് സമുദ്രത്തിൽ നിന്ന് കയറി വന്നതാണ്. നമ്മൾ കണ്ടു, സമുദ്രം ലോകത്തിൽ സാമ്പത്തിക തകർച്ച വരുമ്പോൾ അതിൽ നിന്ന് ഒരു രക്ഷകനെ, ഒരു ഭരണകർത്താവിനെ ലോകം കൊതിക്കുമ്പോൾ ഈ 10 രാജ്യങ്ങളുടെ സോവറിറ്റി അധികാരമൊക്കെ കൊടുത്ത് ഒരാളെ ഭരണത്തിലേക്ക് ഏറ്റും അവൻ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് വിട്ടുകൊടുക്കും, അവരുടെ അധികാരങ്ങൾ വിട്ടുകൊടുക്കും. അങ്ങനെ ഒരാളെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പൈശാചികൻ, നമ്മൾ കണ്ടു, അവന്റെ സർവ്വ അധികാരവും ശക്തിയും സിംഹാസനവും വിട്ടുകൊടുക്കും. എന്നാൽ ഈ 13-ാം അധ്യായത്തിന്റെ 11 തൊട്ടുള്ള ഒരു വാക്യത്തിൽ മറ്റൊരു മൃഗം, ആ മൃഗം കയറുന്നത് നമ്മൾ നോക്കുക, ഭൂമിയിൽ നിന്നാണ്. ആദ്യത്തേത് സമുദ്രത്തിൽ നിന്നാണ്, ഇത് ഭൂമിയിൽ നിന്നാണ്. ഇത് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ട്. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിക്കുന്നു. അതിന്റെ ജോലി എന്നാ? 12-ാം വാക്യം നോക്കിയേ. അത് 1-ാമത്തെ മൃഗത്തിന് മുമ്പാതെ തന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാമത്തെ മൃഗത്തെ നമസ്കരിക്കുമാറാക്കും. നമ്മള് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് യേശുക്രിസ്തു മരിച്ച ഉയർത്തെഴുന്നേറ്റു. നമ്മൾ കണ്ടു ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന, ക്രൈസ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ മുന്നിലുള്ള പ്രിഫിക്സ് ആണ് ആന്റി. ആന്റി എന്ന് ഗ്രീക്കിൽ ഉപയോഗിക്കുമ്പോൾ 2 ആശയമാണ്, ഇൻസ്റ്റഡ് ഓഫ് ഓർ ഇൻ പ്ലേസ് ഓഫ്. ഇൻസ്റ്റഡ് ഓഫ്, ഇൻ പ്ലേസ് ഓഫ്. ക്രിസ്തുവിന്റെ സ്ഥാനത്ത്, ക്രിസ്തുവിന് പകരം, ആന്റി ക്രൈസ്റ്റ്. നോക്കുക, ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ക്രിസ്തു മരിച്ച ഉയർത്തെഴുന്നേറ്റു. ഈ ആന്റി ക്രൈസ്റ്റ് സാത്താൻ കൊണ്ട് അവതരിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കാപട്യമായിരിക്കും. അതായത് ലോകം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഒരു ഭരണകർത്താവിനെ, ഒരു രക്ഷകനെ കാത്തിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ തുറന്നു പറയാം, ക്രിസ്ത്യാനികൾ ക്രിസ്തു മടങ്ങി വരാൻ കാത്തിരിക്കുന്നു, യഹൂദന്മാർ മശിഹ മടങ്ങി വരാൻ കാത്തിരിക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ രാജ്യം, അവര് ഇമാം മഹദി, 12-ാം ഇമാം മഹദി കാലത്തിന്റെ അന്ത്യത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഹൈന്ദവർ കൃഷ്ണന് വേണ്ടി കാത്തിരിക്കുന്നു. മതങ്ങളൊക്കെ ഒരു മതനേതാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. They are waiting for a leader. ഇവിടെ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. ക്രിസ്തുവിന് പകരം ഒരു വ്യക്തി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പ്രാരംഭമായി ഓർക്കുക, ഇവിടെ അതിന്റെ 14-ാം വാക്യത്തിന്റെ അവസാനം നോക്കി അവിടെ വായിക്കുന്നു, വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയും. ഈ 2-ാമത്തെ മൃഗം ഭൂവാസികളോട് പറയുകയാണ്, വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം. നമുക്ക് സക്കറിയാവ് 11 എടുത്താട്ടെ. സക്കറിയാ പ്രവചനം 11-ാം അധ്യായം. സക്കറിയാ പ്രവചനം 11-ാം അധ്യായം, പ്രവാചകൻ അത് പറയുന്നു. സക്കറിയാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ
17-ാമത്തെ വാക്യം അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടം, അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച, അവന്റെ ഭുജം അശേഷം വരണ്ടും വലങ്കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ. ഈ വാക്യം അപഗ്രഥിച്ച് വേദപണ്ഡിതരുടെ അഭിപ്രായത്തിൽ അന്തിക്രിസ്തുവിന്റെ മേൽ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടക്കും. ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ്. നമ്മളത് ആലോചിച്ച് നോക്കുക. ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് മരിച്ചു. ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് മരിച്ചു. എന്നാൽ വെടിയേറ്റ് മരിച്ച ജോൺ എഫ് കെന്നഡി എഴുന്നേറ്റ് വരികയാണെങ്കിൽ ലോകം അത്ഭുതപ്പെട്ടു പോകും, ലോകം സ്വീകരിക്കും. ഇവിടെ ഈ അന്തിക്രിസ്തുവിന്റെ മേലൊരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടക്കും. അദ്ദേഹം ലിറ്ററലി മരിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ വായിക്കുന്നുണ്ട്, തൻ്റെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും, അതുപോലെ അവന്റെ ഭുജം അശേഷം വരണ്ടു പോകും. ഒരു കൈക്കും ഒരു കണ്ണിനും സ്വാതന്ത്ര്യം നഷ്ടപ്പെടും ഈ അസാസിനേഷനിൽ. എന്നാൽ ഇവിടെ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം. അപ്പൊ അന്തിക്രിസ്തു മരിച്ചുപോയി ജീവിച്ചു എന്നുള്ള കാപട്യം നമ്മൾ ഓർക്കണം. സാത്താൻ ഈസ് ദ ഫാദർ ഓഫ് ഓൾ ലൈസ്. സകല കാപട്യത്തിന്റെയും പിതാവ് അന്തിക്രിസ്തു സാത്താനാണെന്ന് കർത്താവ് പറഞ്ഞു. അവന്റെ ഈ ഏറ്റവും വലിയ കാപട്യം ഇവനെ ക്രിസ്തുവായിട്ട് കൊണ്ട് പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പം മരിച്ചുയർക്കും. ഇവിടെ നോക്കുക, മരിച്ചിട്ട് ഉയർത്തു. മരിച്ചിട്ടും ഉയർത്ത എഴുന്നേറ്റ മൃഗത്തിന് പ്രതിമയുണ്ടാക്കാൻ നമസ്കരിക്കുകയാണ്. അപ്പോൾ നോക്കിയ ഭൂവാസികള് അത് പറയുമ്പോൾ പ്രതിമയുണ്ടാക്കി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്ന് ഓർത്ത്, നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ അത് മതത്തോടുള്ള ബന്ധത്തിലാണ്. നമസ്കരിക്കുക മതത്തോടുള്ള ബന്ധത്തിലാണ്. ഉദാഹരണമായിട്ട് ഞാൻ അല്പം തുറന്നു സംസാരിച്ചോട്ടെ. കാത്തലിക് ചർച്ച് അവരുടെ തലവനായ പോപ്പ് ഒരാളെ പുണ്യവാനാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സെയിം തിങ് ഈസ് ഹാപ്പനിങ്. ആളുകൾ അദ്ദേഹത്തിന്റെ പ്രതിമയുണ്ടാക്കുകയും ചിത്രമെടുക്കുകയും ഒക്കെ ചെയ്തിട്ട് നമസ്കരിക്കും. ഇവിടെയും ഈ വ്യക്തി, അതായത് ഈ രണ്ടാമത്തെ മൃഗം ആവശ്യപ്പെടുകയാണ് നമസ്കരിക്കാൻ. ഭൂവാസികൾ നമസ്കരിക്കുകയാണ്. നോക്കുക എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ മൃഗം ഈ പൊളിറ്റിക്കൽ ലീഡറിനെ ഈ രാഷ്ട്രീയമായ അധികാരത്തിൽ, സർവ്വലോകത്തിന്റെ അധികാരത്തിൽ കൊണ്ടുവരുവാൻ ഇടയാക്കി മാറ്റുന്നത് ഈ സെക്കൻഡ് ബീസ്റ്റ് ആണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു, ദൈവം ത്രിയേക ദൈവമാണ്. തൃത്വം, ഹോളി ട്രിനിറ്റി, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, അവരൊന്നാണ്. ഈ ഹോളി ട്രിനിറ്റിക്ക് ബദലായി ഈവിൾ സ്പിരിറ്റിന്റെ ട്രിനിറ്റി ഉണ്ട്. ഈവിൾ സ്പിരിറ്റിന്റെ ട്രിനിറ്റിയിൽ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ആന്റി ക്രൈസ്റ്റ്, പരിശുദ്ധാത്മാവിന്റെ സ്ഥലത്ത് ഈ പറഞ്ഞ ഈ മത നേതാവ്. നമുക്കറിയാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് കർത്താവ് പറഞ്ഞ വാക്കുകൾ എടുക്കുന്നില്ല. അവൻ സ്വയമായി സംസാരിക്കില്ല. അവൻ എന്നെ ഉയർത്തും, അവൻ എനിക്കുള്ളിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരും. ഹി ഈസ് ഓൾവേസ് എക്സോൾട്ടിങ് ദ ലോർഡ്. ഈ വ്യക്തി അത് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ ഈ അൺഹോളി ട്രിനിറ്റിയിൽ ഈ വ്യക്തി. പിന്നെ ദൈവത്തിന്റെ സ്ഥാനത്ത് സാത്താൻ നിൽക്കുന്നു, ലൂസിഫർ. ദൈവത്തിന്റെ ട്രിനിറ്റി പോലെ തന്നെ, ഹോളി ട്രിനിറ്റി പോലെ തന്നെ, ഹിയർ ഈസ് ആൻ അൺഹോളി ട്രിനിറ്റി. നമ്മുടെ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കട്ടെ. ഈ രണ്ട് വ്യക്തിത്വം, ഒന്ന് പൊളിറ്റിക്കൽ ലീഡർ, മറ്റൊന്ന് റിലീജിയസ് ലീഡർ, വർഷിപ്പിനെ ഇടയാക്കി തീർക്കുന്നു, ആളുകളെ നമസ്കരിപ്പാൻ ഇടയാക്കി മാറ്റുന്നു. നമ്മള് 19-ാം അധ്യായം നോക്കിക്കട്ടെ. റെവലേഷൻ ചാപ്റ്റർ 19. നമ്മുടെ കർത്താവ് മടങ്ങി വരികയാണ്. രാജ്യം സ്ഥാപിക്കാൻ മടങ്ങി വരുന്നു. രാജ്യം സ്ഥാപിക്കാൻ മടങ്ങി വരുമ്പോൾ കർത്താവ് അതിന്റെ 20-ാം വാക്യം നോക്കിയാട്ടെ. മൃഗത്തെയും അതിന്റെ മുമ്പിൽ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊയ്യിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ദൈവാത്മാവ് നമുക്ക് വിശദീകരണം തരികയാണ്. ഈ കള്ളപ്രവാചകൻ ചെയ്യുന്നത് എന്താ? അത്ഭുതങ്ങൾ ചെയ്യും. ഈ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ
നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യ 13:13 വായിക്കേ. ഈ രണ്ടാമത്തെ മൃഗം അവൻ മനുഷ്യർക്കാണെങ്കിൽ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറാക്കും, വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ലോകത്തെ തെറ്റിക്കാൻ, ലോകത്തെ വഞ്ചിക്കാൻ, ഈ കാപട്യം വിശ്വസിപ്പാൻ ആകാശത്തുനിന്ന് തീയിറക്കും, അത്ഭുതങ്ങൾ ചെയ്യും. വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം, അവൻ ജീവിച്ചു, മരിച്ചുപോയി, ഇതാ ജീവിക്കുന്നു, നിങ്ങൾ അവനെ നമസ്കരിക്കാൻ ആവശ്യപ്പെടും. ഇവിടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്, മൃഗത്തിന്റെ മുമ്പാകെ താൻ ലോകമനുഷ്യരെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. എന്തിനു വേണ്ടി? ആദ്യത്തെ മൃഗത്തെ നമസ്കരിക്കുക. ഇവിടെ 20-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു. എന്നാൽ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ വെളിപ്പാട് കിട്ടുന്നു. ഒന്ന് നോക്കിയാട്ടെ, മൃഗത്തെയും കള്ളപ്രവാചകനെയും, രണ്ടു പേരും അവിടെ കാണുന്നു. ഈ രാഷ്ട്രീയ നേതാവാണ് മൃഗം, അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ്. ഈ രണ്ടാമത്തെ മൃഗത്തിന്റെ പേരാണ് കള്ളപ്രവാചകൻ. ബിക്കോസ് ഹി ഈസ് എ റിലീജിയസ് ലീഡർ. അവനൊരു പ്രവാചകനാണ്. അവനാണ് നമസ്കരിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇവിടെ അവരെ രണ്ടുപേരെയും ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്ന നമ്മൾ കാണുന്നു. വീണ്ടും നമ്മൾ 10-ാം വാക്യം നോക്കിയാട്ടെ, 20-ന്റെ 10-ാം വാക്യം. മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകത്തീപ്പൊയ്യിൽ തള്ളിയിടും. അപ്പൊ വീണ്ടും അവരുടെ രണ്ടുപേരുടെ പേരൊന്നിച്ച് പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഒരു വൺ വേൾഡ് ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ ഒരു വൺ വേൾഡ് റിലീജിയൻ കൂടെ ഉണ്ടാകും. ആ റിലീജിയസ് നേതൃത്വം വഹിക്കുന്ന വ്യക്തിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കള്ളപ്രവാചകൻ. അവന്റെ ഡീറ്റെയിൽസ് ആണ് ഈ 17-ാം അധ്യായത്തിൽ പറയുന്നത്. 17-ാം അധ്യായത്തിൽ ഈ റിലീജിയസ് സിസ്റ്റത്തെയും 18-ാം അധ്യായത്തിൽ കൊമേഴ്ഷ്യൽ സിസ്റ്റത്തെയുമാണ് പറയുന്നത്. ഈ 17-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമ്മൾ എന്താ കണ്ടത്? അതിന്റെ 3-ാം വാക്യം, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായ ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടിഞ്ചുവപ്പുള്ള ഒരു മൃഗം. ആ മൃഗത്തിന് 7 തലയും 10 കൊമ്പും ഉണ്ട്. നമ്മൾ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അത് വായിച്ചു. അതിന്റെ പുറത്ത് ഈ സ്ത്രീ ഇരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ ഇന്ന് എടുത്തു തീർക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഹൗ ടു ഐഡന്റിഫൈ ദിസ് വുമൺ ഹൂ ഈസ് മെൻഷൻ ഹിയർ. ഇവിടെ പറയുന്ന സ്ത്രീയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നമ്മൾ തെറ്റിപ്പോകരുതല്ലോ, നമ്മള് ദൈവജനത്തിന് വിരുദ്ധമായി പറയരുതല്ലോ, ദൈവം വെളിപ്പെടുത്തിയത് അതുപോലെ മനസ്സിലാക്കണമല്ലോ. സോ നമുക്ക് തെറ്റിപ്പോകാതെ ഇതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഈ സ്ത്രീയെ, ഈ മൃഗത്തിന് മേലിരിക്കുന്ന സ്ത്രീയെ നമ്മൾ കണ്ടു. 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും രണ്ടുപേരുടെ പേര് പറയുന്നുണ്ട്, മൃഗവും കള്ളപ്രവാചകനും. ബീസ്റ്റ് ആൻഡ് ദ ഫോൾസ് പ്രോഫറ്റ്. One is a political leader, another is the religious leader. ഈ റിലീജിയസ് ലീഡർ ആണ് ഈ 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൃഗത്തിന്റെ മേലിരിക്കുന്ന സ്ത്രീ. മൃഗത്തെ നയിക്കുന്ന, മൃഗത്തിന് അധികാരം ഉണ്ടാക്കി കൊടുക്കുന്നു, മൃഗത്തെ കൺട്രോൾ ചെയ്യുന്നത് ഈ റിലീജിയസ് ഈ സിസ്റ്റമാണ്. ദൈവം അത് ഒരു സ്ത്രീയുടെ നമുക്ക് വെളിപ്പെടുത്തി. എന്നാൽ ഞാൻ ഇന്ന് പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ടു ഐഡന്റിഫൈ ദിസ് വുമൺ. ഞാൻ സത്യം തുറന്നു പറയാം, ഞാൻ വർഷങ്ങൾ ഇരുന്നു ഇത് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാൻ. അനേകം മണിക്കൂറുകൾ ഞാൻ സ്പെൻഡ് ചെയ്തു. എനിക്കറിയാം, ഞാനിത് പഠിപ്പിക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയാൽ ആളുകൾ ഗ്രഹിക്കില്ല. എന്നാൽ എത്രയും ലളിതമായി ആളുകൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പ്രാർത്ഥനയോടുകൂടെ ഞാനിത് അപഗ്രഥിച്ചു, അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ദൈവം വളരെയധികം വെളിപ്പാടുകളിലൂടെ നൽകി. ഞാൻ അതിലേക്ക് പോവുകയാണ്. നമ്മൾ ഒറ്റ വാക്യം അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. വേഴ്സ് 5. മർമ്മം, മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. ഈ ഒരു വാക്യം ഒന്ന് അനലൈസ് ചെയ്താൽ മതി. ഈ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനാണ്. മാത്രമല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് എടുത്തോട്ടെ. എന്തിനാണ് എടുക്കുന്നതെന്ന് ഞാൻ പറയാം. ഇംഗ്ലീഷ് ബൈബിളൂടെ ഞാൻ എടുക്കുന്നതിൻ്റെ കാരണം നോക്കിയോട്ടെ.
ഇംഗ്ലീഷ് ബൈബിളിലും മലയാളം ബൈബിളിലും ഞാൻ നോക്കി, ഏത് ലാംഗ്വേജിൽ എടുത്താലും ഈ പറയുന്ന വാക്കുകള് ബോൾഡ് ലെറ്റേഴ്സിലാണ്. ഇംഗ്ലീഷ് ബൈബിൾ നോക്കി 5-ാം വാക്യം ബോൾഡ് ലെറ്റേഴ്സിലാണ്. നിങ്ങളുടെ ഇരിക്കുന്ന ബൈബിളിലും അങ്ങനല്ലേ? ഏത് ബൈബിൾ എടുത്താലും ഇത് ബോൾഡ് ലെറ്റേഴ്സിലാണ്. ദൈവം അത് ബോൾഡ് ലെറ്റേഴ്സിൽ പറഞ്ഞിരിക്കുന്നതിന് എന്തെങ്കിലും ആശയമുണ്ട്. 2, ഇതൊരു മർമ്മമാണ്, മിസ്റ്ററിയാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത അർത്ഥമാണ് അതിന്റെ പുറകിൽ. There is a hidden truth. There is a mysterious truth. ദൈവം പബ്ലിക്കായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നു. There is a hidden truth here. പിന്നെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച കാര്യം ഞാൻ പറയാം. ഏറ്റവും ചിന്തിപ്പിച്ചത്, അതായത് ഇതിന്റെ 18-ാം അധ്യായം 19-ാം അധ്യായം ഈ 2 സിസ്റ്റത്തെ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് 19-ാം അധ്യായം നോക്കിയാട്ടെ. 19-ാം അധ്യായത്തിൽ ഇവരുടെ നാശമായി പറയുന്നത്, അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയെ അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം വിധിച്ച് തന്റെ ദാസന്മാരുടെ രക്തം അവിടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തത് കൊണ്ട് നിന്റെ ന്യായവിധികൾ സത്യമുള്ളവ. പിന്നെയും ഹല്ലേലൂയ, ഏതാണ്ട് 4 പ്രാവശ്യം ഹല്ലേലൂയ. ഞാൻ ചോദിച്ചോട്ടെ, പുതിയ നിയമത്തിൽ വേറെ എവിടെങ്കിലും ഹല്ലേലൂയ ഉണ്ടോ? നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഹല്ലേലൂയ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം എന്നോട്. ഇല്ല. ഹല്ലേലൂയ എന്ന് സ്വർഗത്തിൽ ഭയങ്കര സന്തോഷത്തോടെ വലിയ ഒച്ചത്തിൽ അതും 4 പ്രാവശ്യം പറയുന്നത് ഈ മഹാവേശ്യയെ ന്യായം വിധിച്ചു കഴിയുമ്പോഴാണ്. അപ്പോൾ ഇത് സ്വർഗത്തിൽ വലിയൊരു സംഭവമാണല്ലോ. ബൈബിളിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് ദൈവം തരുമ്പോൾ, ദൈവം തന്റെ ആത്മാവിനാൽ ഈ വചനം രേഖപ്പെടുത്തി തന്നപ്പോൾ ആ വാക്യം മാത്രം ബോൾഡ് ലെറ്ററിൽ എഴുതും. എനിക്ക് നോക്കാൻ കാണുന്നില്ല, വേറെ ഒരു ഭാഗവും ഇങ്ങനെ ബോൾഡ് ലെറ്ററിൽ കണ്ടിട്ടില്ല. 2, ഇവിടെ ഒരു മിസ്റ്ററിയാണ്. ഇതിന്റെ പുറകിൽ ഒരു മർമ്മമുണ്ട്, വളരെ പ്രാധാന്യത അർഹിക്കുന്നു. ഇതിനെ ന്യായം വിധിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ഹല്ലേലൂയ മഹാഘോഷമാണ്. എന്താ കാരണം? 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്, നിന്റെ ന്യായവിധികൾ സത്യമാണ്. കാരണം ഇവളെ ന്യായവിധിക്കുക മാത്രമല്ല, ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അതിന്റെ 2-ാം വാക്യത്തില് തന്റെ ദാസന്മാരുടെ രക്തം അവിടെ കയ്യിൽ നിന്ന് ചോദിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവിടെ കയ്യിൽ നിന്ന് ചോദിച്ച് അവളോട് പ്രതികാരം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ. അവള് ഒരു കാര്യം ഓർക്കണം, യേശുക്രിസ്തുവിന്റെ രാജ്യം 1-ാം അധ്യായം നോക്കിയാട്ടെ. യേശുക്രിസ്തുവിന്റെ രാജ്യം എങ്ങനെയുള്ളതാണ്? യേശുക്രിസ്തുവിന്റെ രാജ്യം 1-ാം അധ്യായം റെവലേഷൻ ചാപ്റ്റർ 1 verses 9, 9-ാം വാക്യം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. യോഹന്നാൻ ഈസ് എ ഗ്രേറ്റ് അപ്പോസ്റ്റൽ. യോഹന്നാൻ എങ്ങനെയാ പരിചയപ്പെടുത്തുന്നേ? രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളി. നിങ്ങളുടെ സഹോദരനാണ് ഞാൻ. എനിക്ക് പോലും എന്താണ് ഈ രാജ്യത്തിന്റെ സഹിഷ്ണുത, പേഷ്യൻസ്. So Christ's kingdom is a kingdom of patience. ഇവിടെ വാളെടുക്കത്തില്ലേ, ഇവിടെ പ്രതികാരമില്ലേ. പത്രോസ് വാളെടുത്തു. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ പടയാളികളോട് പോരാടുവാൻ വാളൂരിയെടുത്തു. കർത്താവ് എന്താ പറഞ്ഞത്? പത്രോസെ, വാളുറയിലിടുക. എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എന്റെ സേവകർ പോരാടിയനെ. If it was of this world, my servants would have fought. My kingdom is not of this world. എന്റെ രാജ്യം ഈ ലോകത്തിലുള്ളതല്ല. എന്നിട്ട് നമ്മൾ ഓർക്കണം, ദൈവദാസന്മാർ കൊല്ലപ്പെടുന്നു, കഷ്ടപ്പെടുന്നു, ഉപദ്രവിക്കുന്നു, അവരെ അടിക്കുന്നു,
അവരെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ചാണകമൊക്കെ പിടിച്ച് വാ തുറന്ന് വായിക്കകത്തിട്ട് തീറ്റിക്കുന്നു. അടുത്ത സമയം നടന്നതാണ്. അവരാരെങ്കിലും പ്രതികാരം ചെയ്തോ? ഈ കാലത്തിൽ എവിടെയെങ്കിലും അവർ പ്രതികാരം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബിക്കോസ് we know that our kingdom is a kingdom of patience. നമ്മുടെ കർത്താവ് അനുവദിച്ചിട്ടാണ് നടക്കുന്നത്. It is a kingdom of patience. അതുകൊണ്ടാണ് ഒരു രാജ്യത്തെ ഏറ്റവും നല്ല സിറ്റിസൺസ് എന്ന് പറയുന്നത് ട്രൂ ക്രിസ്ത്യൻസ് ആണ്. അവരൊരിക്കലും അവിടെയുള്ള ഭരണകൂടത്തോട് എതിർക്കത്തില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. കാരണം അവർ വിശ്വസിക്കുന്നു ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ല. ഉള്ള അധികാരങ്ങൾ ദൈവം നിയമിച്ചിരിക്കുകയാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ദ കിങ്ഡം ഓഫ് പേഷ്യൻസ്. എന്നാൽ ഇവിടെ അവരുടെ ദൈവം അതിനുവേണ്ടി പ്രതികാരം ചെയ്യുമെന്ന് അവർക്കറിയാം. ഈ 18-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഇവിടെ നോക്കിയാട്ടെ, തൻ്റെ ദാസന്മാരുടെ രക്തം അവളോട് കയ്യിൽ നിന്ന് ചോദിച്ചു പ്രതികാരം ചെയ്തുകൊണ്ട് അവന് ന്യായവിധി സത്യമാണ്. അവൾ ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ ദാസന്മാരെ കൊന്ന ഒരു മതസംഹിതയാണിത്. തൻ്റെ ദാസന്മാരെ കൊന്ന. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്, നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഞാനതിൻ്റെ പ്രാധാന്യത കാണിച്ചു. ദൈവം അവളെ ന്യായം വിധിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ആദ്യമായി ഹല്ലേലൂയ പറയുന്നത് അവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ് എന്നാണ് ഹല്ലേലൂയ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഹാലാൽ യാഹ്. യാഹ് എന്നുള്ളത് യഹോവ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. ഹാലാൽ യാഹ്. അതാണ് ഹല്ലേലൂയ എന്ന് വന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവൻ നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്തു. ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവന്റെ രാജ്യം വന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ മഹാവേശ്യയെ ന്യായം വിധിച്ചു. സ്വർഗത്തിൽ സന്തോഷത്തിന്റെ മുഖരിതമാണ്. ഇനി നമുക്ക് നോക്കാം, എന്താണ് ഈ സ്ത്രീ ഇത്ര സ്വർഗത്തിൽ സന്തോഷിക്കുന്നതിനും വേദപുസ്തകത്തിൽ ബോൾഡ് ലെറ്ററിൽ അവിടെ പേര് എഴുതി വെക്കുന്നതിനും, നമ്മുടെ കർത്താവിന്റെ ജനനം പറയുമ്പോൾ പോലും അത് ബോൾഡ് ലെറ്ററിൽ എഴുതിയിട്ടില്ല. എന്നാൽ ഇവിടെ അത് ബോൾഡ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നു. ഇതൊരു മർമ്മമാണ്. ഇവിടെ ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. 1, 2, 3 എന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അനേക നാളത്തെ പഠനം കൊണ്ടാണ് ഇത് മനസ്സിലാക്കിയത്. എനിക്ക് മനസ്സിലാക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് ശ്രമം നടത്തി ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടായി. എന്നാൽ ഞാൻ ഇന്ന് വളരെ ലളിതമായിട്ട് അത് പറഞ്ഞു തരാൻ പോവുകയാണ്. നോക്കിയാട്ടെ, ഈ 5-ാം വാക്യം നമുക്ക് അനലൈസ് ചെയ്യാം. മർമ്മം, മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. ക്ഷമിക്കണേ, നമ്മുടെ മലയാള ഭാഷാന്തരത്തിൽ ഒരു വാക്ക് വിട്ടുപോയി. ആ വാക്ക് നമ്മൾ കൈകൊണ്ട് അവിടെ നിന്ന് എഴുതി ചേർത്താൽ അത് നന്നായിരിക്കും. ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. മിസ്റ്ററി ബാബിലോൺ ദ ഗ്രേറ്റ്, ദ മദർ ഓഫ് ഹാർലറ്റ്സ് ആൻഡ് ഓഫ് ദ അബോമിനേഷൻ ഓഫ് ദ എർത്ത്. എർത്ത് എന്നുള്ളത് വിട്ടുപോയി. മലയാളത്തിൽ എർത്ത് എന്നുള്ളത് വിട്ടുപോയി. മലയാളത്തിൽ എങ്ങനെയാ വരേണ്ടതെന്ന് അറിയാമോ? മർമ്മം, മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. ഭൂമിയിലെ എന്നുള്ള വേർഡ് വിട്ടുപോയി. അത് മലയാളത്തിൽ ചേർക്കണം. നമ്മുടെ കൈകൊണ്ട് എഴുതി അവിടെ വെച്ചാൽ മതി. ഞാൻ കൈകൊണ്ട് എഴുതി വെച്ചു. ഇംഗ്ലീഷ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. മിസ്റ്ററി ബാബിലോൺ ദ ഗ്രേറ്റ്, ദ മദർ ഓഫ് ഹാർലറ്റ് ആൻഡ് ഓഫ് ദ അബോമിനേഷൻ ഓഫ് ദി എർത്ത്. ഇനി ഒന്നാമത് ഇവിടെ ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞത്, ഇത് കൊടുത്തിരിക്കുന്ന പേര് മാതാവ് എന്ന. മാതാവ്. ഈ മാതാവെന്ന് പറയാൻ കാരണമെന്ന്, ഈ മാതാവെന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പാപമുണ്ടല്ലോ, ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 പാപമാണ് എടുത്ത് പറഞ്ഞേക്കുന്നത്. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും. അത് വിശദീകരിക്കാൻ പോവുകയാണ്. ഇതിന്റെ മാതാവാണ് ഇവള്. മാതാവെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ഓഫ് സ്പ്രിങ് ആണ്. ഇവളിൽ നിന്ന് ജനിച്ചതാണ്. ഇവളാണ് ഇതിന്റെ ആരംഭം. ഇവളിൽ നിന്നാണ് ഇതിന്റെ ആരംഭം കുറിച്ചത്. ഇവളാണ് മാതാവ്. മാതാവ് is a title given to her because all these 2 sins
സ്റ്റാർട്ടഡ് ഫ്രം ഹെർ. അവളിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. നമ്മളിപ്പോൾ ആരാണെന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഇനി ഈ പാപം രണ്ടും എന്താണെന്ന് നോക്കാം. എന്നിട്ട് ബൈബിളിലെ ഒരു വളരെ കാതലായ ഒരു പാഠം ഞാൻ എടുക്കാൻ പോവുകയാണ്. നോക്കിയേ, അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് പാപം: മർമ്മം മഹ്ദിയാം ബാബിലോൺ, വേശ്യമാരുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും പാപം. നമുക്ക് അധികം വിശദീകരണം വേണ്ട. വേശ്യകളെന്ന് ആത്മീക ഗോളത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിച്ചിരിക്കുന്നത് സ്പിരിച്വൽ അപ്പോസ്റ്റസിക്കാണ്, ആത്മികമായ തെറ്റിപ്പോയി. ഉദാഹരണമായിട്ട് യാക്കോബ് 4:4, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ ഒരുപാട് വാക്യം പഴയ നിയമത്തിലൊക്കെ കാണുന്നു. 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം: വ്യഭിചാരിണികളായുള്ളവരെ, കണ്ടോ അവിടെ പറയുന്നുണ്ട്, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാകും. ഒരു ദൈവ പൈതല് ലോകത്തെ സ്നേഹിക്കാൻ പോയാൽ അവരെ വിളിച്ച പേരാണ് വ്യഭിചാരിണികൾ. കാരണം എന്നാ? അതിന്റെ കാരണം നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിക്കുന്നത് നമ്മളെ ഈ ദുഷ്ടലോകത്തിൽ നിന്നൂടെ വിടിയിക്കാനാണ്. ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടിയിപ്പാൻ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു. ഞാൻ സിമ്പിളായിട്ടൊരു ദൃഷ്ടാന്തം പറയാം. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് സംഹാരദൂതന്റെ കയ്യിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, ഈജിപ്തിൽ നിന്നുകൂടെ വിടുതൽ വേണം. ഈജിപ്ത് ലോകത്തിന്റെ ചിത്രമാണ്. സംഹാരദൂതന്റെ ആ മരണം മൂലം, സംഹാരദൂതന്റെ ചോര മൂലം അവർക്ക്, കുഞ്ഞാടിന്റെ ചോര മൂലം സംഹാരദൂതന്റെ കയ്യിൽ നിന്ന് വിടുതൽ കിട്ടി. 2, ഈജിപ്തിൽ നിന്ന് വിടുതൽ കിട്ടി. They were emancipated or they were rescued from Egypt. ആ രാത്രിയിലാണ് അവരെ ഈജിപ്തിൽ നിന്ന് ദൈവം വിടുവിച്ചത്. നമ്മള് ഗലാത്യ ലേഖനത്തിൽ വ്യക്തമായി വായിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ, വേണമെങ്കിൽ ഇത് വായിച്ചേക്കാം, സംശയം ഉണ്ടെങ്കിൽ വായിച്ചേക്കാം. ക്രൂശിൽ കർത്താവ് മരിക്കുന്നു. യെസ്, അതിന്റെ 2-ാം വാക്യം നോക്കിയാട്ടെ. ഗലേഷ്യൻസ് ചാപ്റ്റർ 1:2. അവിടെ വായിക്കുന്നുണ്ട്, സഹോദരന്മാരും ഗലാത്യ സഭയ്ക്ക് പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നമ്മളെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് നമ്മളെ ഈ ദുഷ്ടലോകത്ത് നിന്ന് വിടുവിക്കണം. We are redeemed from this world. നമ്മൾ ലോകക്കാരല്ല, നമ്മൾ ലോകക്കാര അല്പകാലം ഇവിടെയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. We are not of this world. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ലൗകികനല്ല, I am not of this world. If I was of this world, my servants would have fought. ഇവിടെ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ ലോകത്തിൽ മാത്രം ആശയമുള്ളവനാണ്. നമ്മൾ അങ്ങനെയുള്ളവരല്ല. ഇവിടെ എടുത്തു പറഞ്ഞ ഭാഗം കണ്ടോ, നമ്മളെ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കാനാണ്. എന്നാൽ അങ്ങനെ വിടുവിക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചിട്ട് വീണ്ടും നമ്മൾ ആ ലോകത്തെ സ്നേഹിക്കാൻ പോകുമ്പോൾ അവർക്ക് കൊടുത്ത പേരാണ് എന്ത്? വ്യഭിചാരികൾ. സ്പിരിച്വൽ അപ്പോസ്റ്റസി. അതായത് ദൈവത്തിൽ നിന്ന് മാറിപ്പോവുക, ദൈവത്തിന്റെ ശത്രുതയെ സ്നേഹിക്കുക. 2-ാമത് പറഞ്ഞു, ഇത് വേശ്യമാരുടെ മാത്രമല്ല, ഭൂമിയിലെ സകല മ്ലേച്ഛതകളുടെ മാതാവാണ്. ഇതെന്താ ഈ മ്ലേച്ഛത? 1 രാജാക്കന്മാർ നമുക്കൊന്ന് നോക്കാം. 1 രാജാക്കന്മാർ 11-ാം അധ്യായം, 1 Kings chapter 11. 1 രാജാക്കന്മാർ 11-ാമത്തെ അധ്യായം. രാജാക്കന്മാർ 11-ാം അധ്യായം അതിന്റെ 5 തൊട്ടുള്ള വാക്യം. ശലോമോൻ സീദോന്യ ദേവിയായ അസ്തരോത്തിനെയും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽഖോമിനെയും ചെന്ന് സേവിച്ചു. കണ്ടോ, മ്ലേച്ഛ വിഗ്രഹമായ മിൽഖോമിനെയും. 7-ാം വാക്യം. അന്ന് ശലോമോൻ യെരൂശലേമിനെതിരെയുള്ള മലയിൽ
മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കേമോഷിനെയും മ്ലേച്ഛ വിഗ്രഹമായ മേലേക്കിനെയും 3 പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്. ബിംബങ്ങളെ ദൈവം മ്ലേച്ഛമായി പറയും. നമ്മള് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ബിംബാരാധന ദൈവത്തിന്റെ മുമ്പിൽ മ്ലേച്ഛത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആവർത്തനം 18 ഒന്ന് വയ്ക്കട്ടെ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിന്റെ 9 തൊട്ടുള്ള വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. 12-ാം വാക്യം. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനല്ല യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. മ്ലേച്ഛത ഒന്നുകൂടെ പറയാം. 1 കൊരിന്ത്യർ 10 എടുത്താട്ടെ. 1 കൊരിന്ത്യർ chapter 10. 1 കൊരിന്ത്യർ chapter 10. ബിംബാരാധനയെ മ്ലേച്ഛതയായിട്ട് ദൈവം പറയുകയാണ്. ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. യാതൊരു ബിംബത്തെയും നമസ്കരിക്കരുത്. മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലുള്ള ഒന്നിന്റെ ബിംബത്തെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. 10 കൽപ്പനയിൽ എഴുതി കൊടുത്താണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്കാണ്. കണ്ടോ? ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്കാണ്. പൗലോസ് ഇത് എഴുതുമ്പോൾ ജാതികള് ബിംബങ്ങളെ ആരാധിക്കുകയാണ്. ഈ ബിംബങ്ങളുടെ പുറകിൽ എല്ലാം ഭൂതങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് പോകാൻ കഴിയും, എന്നാൽ നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം ഞാൻ പറയുകയാണ്. എന്നെ സഹോദരന്മാരെ, 2 പാപത്തിന്റെ മാതാവികളാണ്. ലോകത്തിൽ ഏകസത്യ ദൈവം, ഞാനല്ലാതെ വേറെ ദൈവം ഉണ്ടാകരുത്. ദൈവം തന്റെ പ്രകാശം മറ്റുള്ളവർക്ക് കൊടുത്തു. ഞാൻ ആ ഭാഗം എടുക്കാം. എന്നാൽ ഇവിടെ പ്രത്യേകം ഓർക്കുക, ഇവളിൽ നിന്നാണ് സർവ്വലോകത്തിലും ഭൂമിയിലുള്ള മ്ലേച്ഛതകൾ, സർവ്വലോകത്തിലും ഈ ബിംബാരാധനയും ഈ പാപവും പടർന്നത് ഇവളിൽ നിന്നാണ്. ഷീ ഈസ് ദ മദർ. ഓക്കെ, ഇനിയും ഈ 2 പാപം മനസ്സിൽ വെച്ചോണ്ട് വെളിപ്പാട് ദിവസം 2-ാം അധ്യായം എടുത്തേ. അയ്യോ, ഞാന് ഈ ബുക്ക് പഠിച്ചപ്പോഴാണ് ദൈവം എന്നെ ഇത് മനസ്സിലാക്കി തന്നത്. സഹോദരന്മാരെ, 7 സഭകളുടെ ദൂത്, എഫെസോസ്, സ്മുർന, പെർഗമോസ്, ഥൊയ്തര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്ക. അതിന്റെ ശേഷം ഒരു സഭാകാലമില്ല. എന്താണ് ഈ 7 സഭകളുടെ ദൂത്? ഞാൻ ഓർപ്പിക്കട്ടെ, ഇതുപോലെ പ്രോഫിറ്റബിൾ ആയ ഒരു പഠനമില്ല. സഭാചരിത്രം 7 സഭകളുടെ ദൂതിലൂടെ കർത്താവ് പറഞ്ഞു തരികയാണ്. ഓരോ സഭയുടെ ദൂതും ആ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇത് പ്രോഫിറ്റിക്കലാണ്. നമ്മള് 2-ാം അധ്യായത്തിന്റെ 18 തൊട്ട് 29 വരെയുള്ള വാക്യം, ചാപ്റ്റർ 2 വേഴ്സസ് 18 to 29, ഇത് സഭാ ചരിത്രത്തിലെ ഒരു പ്രത്യേക കാലഘട്ടമാണ്. ഏതാ കാലഘട്ടം എന്നറിയാമോ? സഭാ ചരിത്രത്തിൽ ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞൊരു കാലഘട്ടം, അന്ധകാര യുഗം. നമ്മളത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 590 AD 590 തൊട്ട് 1517 വരെയുള്ള കാലഘട്ടം. എന്താ ഞാൻ അങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കും. അതൊക്കെ തെളിയിച്ചു തരാം. 1517 ആ റിഫോർമേഷൻ ഉണ്ടാകുന്നത്, നവോത്ഥാനം. ആ 1517 മാർട്ടിൻ ലൂതർ ദൈവം എഴുന്നേൽപ്പിച്ച് റിഫോർമേഷൻ ഉണ്ടാക്കുന്നത്. ആ 590 തൊട്ട് 1517 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1000 years. ഈ 1000 yearsന്റെ പീരീഡിന് ചരിത്രകാരന്മാർ പറയുന്ന വാക്ക് ഡാർക്ക് ഏജ്, ഡാർക്ക് ഏജ് ഓഫ് ദ ചർച്ച്, സഭയുടെ അന്ധകാര യുഗം. അതിന്റെ അന്ധകാര യുഗം 119-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ദ എൻട്രൻസ് ഓഫ് യുവർ വേർഡ് ഗിവത്ത് ലൈറ്റ്. അല്ലേ? നിന്റെ വചനത്തിന്റെ പ്രകാശനം വികാസിതപ്രദം. Psalms 119.
അവിടെ 105 വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. യെസ്, അതിന്റെ 130 വാക്യം നോക്കിയാട്ടെ. Psalms 119 verses 130, 130 വാക്യം. നിന്റെ വചനങ്ങളുടെ വികാസന പ്രകാശപ്രദമാകുന്നു. ഇംഗ്ലീഷിൽ എങ്ങനെ വായിക്കുന്നത്? The entrance of your word giveth light. It is the word that enters gives light. അവള് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഇതിനെന്തിനാ ഡാർക്ക് ഏജ് എന്ന് വിളിച്ചത്? ബൈബിള് വായിക്കാൻ അനുവാദമില്ല. Ordinary people are not allowed to read the scripture. അന്ന് സഭ പഠിപ്പിക്കാൻ തുടങ്ങി. സഭയ്ക്കാണ് ബൈബിള് ദൈവം കൊടുത്തത്. ഈ ബൈബിള് വ്യാഖ്യാനിക്കാൻ പുരോഹിതന്മാർക്ക് അധികാരമുള്ളൂ. സാധാരണ ജനം വായിക്കരുത്. പുരോഹിതൻ എന്ത് പറഞ്ഞാലും കേൾക്കണം. സഭയ്ക്ക് നിങ്ങളുടെ പാപത്തിന് ക്ഷമ വേണമെങ്കിൽ പാപമോചന ചീട്ട് മേടിക്കണം, പൈസ കൊടുക്കണം. ജനങ്ങൾ എങ്ങനെ അറിയും സത്യം? അപ്പോഴാണ് വേദപുസ്തകം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ വിശ്വാസ നീതീകരണം മനസ്സിലാക്കിയ മാർട്ടിൻ ലൂഥറിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്നാൽ നമ്മുടെ വിഷയത്തിൽ നിൽക്കാം. എൻട്രൻസ് ഓഫ് യുവർ വേർഡ് ഗിവത്ത് ലൈറ്റ്. ആ വചനം പ്രവേശിക്കാൻ അനുവാദം കൊടുക്കാഞ്ഞത് കൊണ്ട് ആ കാലഘട്ടത്തിന് കൊടുത്ത പേരാണ് ഡാർക്ക് ഏജ്. അന്ന് ലോകത്തിൽ എത്ര സഭയുണ്ട്? ഒരു സഭയുള്ളൂ. There is only one church. അതെന്താ അങ്ങനെ പറയുന്നത്? പ്രൊട്ടസ്റ്റന്റ് സഭയുണ്ടാകുന്നത് 1517 1517 അന്ന് ഈ ദൂത് എഴുതുമ്പോൾ ഒരു സഭയുണ്ട്. ആ സഭയോട് കർത്താവ് പറയുകയാണ്, ത്വൈതര സഭ. ബാക്കിയെല്ലാം ഞാൻ എടുക്കുന്നില്ല. എന്നാൽ ഈ സഭയോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു കേട്ടോ. സഹോദരന്മാരെ, നമ്മുടെ കാലിന് ദീപം പാതയ്ക്ക് പ്രകാശം. നമ്മൾ എത്ര ഭാഗ്യശാലികളാണ്, നമ്മൾ എത്ര ധന്യരാ. ഈ സത്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക്, പാവപ്പെട്ട നമുക്ക് ദൈവം അനുവദിക്കുന്നല്ലോ. എത്രയോ പേരാണ് അന്ധതയിൽ ഇന്നും കിടക്കുന്നത്, മില്യൻസ്. ഇവിടെ നമ്മൾ നോക്കിയാട്ടെ, 20 വാക്യം നോക്കിയാട്ടെ. 20 വാക്യം ഈ സഭയോട് പറയുകയാണ്. എന്താ പറയുന്നത്? ഒരു സഭയുള്ളൂ എന്ന്. That church is known as Catholic Church. Catholic means universal, because the Roman Empire was so declared Christianity as their religion. Constantinople, Constantine ക്രിസ്ത്യനായി മാറി AD 312. ആ സാമ്രാജ്യത്തിന്റെ ബിംബാരാധികളായിരുന്ന സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തുമതമായി. അങ്ങനെ ക്രിസ്തുമതം വ്യാപരിച്ച് വലിയ, കർത്താവ് പറഞ്ഞില്ലേ, കടുകുമണി വലിയ വൃക്ഷമായി മാറി. അത് ഈ കാലഘട്ടമാണ്. കടുകുമണി അത് വൃക്ഷമായി തീർന്നിട്ട് പറവകൾ അതിന്റെ ശിഖരങ്ങളിൽ കൂടി വെച്ചു. ഈ പറവകളുടെ ജോലി എന്നായിരുന്നു? വിതയ്ക്കുന്ന വിത്ത് എടുത്തോണ്ട് പോവുകയായിരുന്നു. ഇപ്പോഴത് എവിടെ പോയിരിക്കുന്നത്? ഈ ശിഖരത്തിലുണ്ട് ഈ വിത്തുകൾ. ഈ പറവകൾ ആരാ? ദുഷ്ടൻ. കർത്താവ് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ, അവർ ഗ്രഹിക്കാകയാൽ ദുഷ്ടൻ എടുത്തോണ്ട് പോയി. ദുഷ്ടൻ ഇന്ന് കൂടി വെച്ചിരിക്കുന്നത് ഈ സഭയുടെ അതിന്റെ ശിഖരങ്ങളില്ല. ഇവിടെ ഈ സഭയോട് കർത്താവ് പറഞ്ഞത് 20 വാക്യം ഒന്ന് വായിക്കാം. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനിറപ്പാചരിപ്പാനും വിഗ്രഹാർപ്പണം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഇസബെൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്ന എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. ഒരു കാര്യം പ്രിയപ്പെട്ടവരോട് പറയട്ടെ. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യകളുടെ മാതാവ്. അവളുടെ 2 പാപം എന്തായിരുന്നു? അവളുടെ 2 പാപം വേശ്യാവൃത്തിയും മ്ലേച്ഛത ബിംബാരാധനയും. ഇവിടെ പറഞ്ഞ 2 പാപം എന്തുവാ? ത്വൈതര കാലയളവിൽ പറഞ്ഞിരിക്കുന്ന 2 പാപം എന്താണ്? നോക്കിക്കാട്ടെ, ദുർനടപ്പും വിഗ്രഹാരാധനയും. കണ്ടോ? വണ്ടർഫുൾ, ഇറ്റ്സ് സോ വണ്ടർഫുൾ. ഇവിടെ ത്വൈതര കാലയളവിൽ ഈ സഭ, അതായത് കാത്തലിക് ചർച്ച്, ഒരു ചർച്ചയുള്ളൂ എന്ന്. അവരുടെ പാപം എന്താണെന്ന് ദൈവം പറയുന്നുണ്ട്. ദുർനടപ്പും വിഗ്രഹാരാധനയും. ഇനിയും ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ ഓർപ്പിക്കാം, എന്നിട്ട് ആ ഭാഗം വിടാം. 22 വാക്യം നോക്കിയേ. 22 വാക്യം, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ
വലിയ കഷ്ടതയിലാക്കി കളയും. ദൈവമേ, നിനക്ക് സ്തോത്രം. എന്താ കാരണം? ദൈവം നമുക്ക് വെളിപ്പെടുത്തി, സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും കർത്താവിന്റെ മധ്യാകാശ വരവിൽ. സഭ മധ്യാകാശ വരവിൽ എടുത്തുകൊള്ളപ്പെട്ട് കഴിഞ്ഞാലും ഈ സഭ ഇവിടെ ഉണ്ടായിരിക്കും. കേട്ടോ, ഈ സഭ മഹാകഷ്ടത്തിലേക്ക് കടക്കും. ഇവന് മാനസാന്തരപ്പെടായിക്കാൻ നിന്നെ ഞാൻ മഹാകഷ്ടത്തിലാക്കും. ഐ വിൽ ലീവ് യു ഇൻ ടു ദിസ് ഗ്രേറ്റ് ട്രിബുലേഷൻ. അതല്ലേ നമ്മൾ കണ്ടത് വെളിപ്പാട് 17. അതല്ലേ നമ്മൾ കണ്ടത്. നമ്മൾ കണ്ടത് അതാണ്. വെളിപ്പാട് 17 കണ്ടതാണ്. മഹാകഷ്ട കാലഘട്ടത്തിൽ, ട്രിബുലേഷൻ പീരീഡിൽ ഈ 2 പാപം വെച്ചു പുലർത്തുന്ന ആ മതസംഹിത, യെസ്, നമുക്ക് ഈ ഭാഗം ഐഡന്റിഫൈ ചെയ്യാണ്. നമ്മൾ ഈ സ്ത്രീയെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ പറഞ്ഞ കാത്തലിക് ചർച്ച് റെവലേഷൻ 17 വരുമ്പോൾ ആ 2 പാപം ഇവിടെ കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ വലിയ കഷ്ടതയിലാക്കും. വലിയ കഷ്ടതയിൽ അവളെ കാണും. സോ ദാറ്റ് ചർച്ച് ഈസ് ഗോയിങ് ടു എൻ്റർ ഇൻ ടു ട്രിബുലേഷൻ പീരിയഡ്. 2 ഇവിടെ നമുക്ക് റെവലേഷൻ ചാപ്റ്റർ 17 വരാം. 17 രണ്ടാമത് അവളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഇടയാക്കി തീർക്കുന്ന മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. അവിടെ 6-ാം വാക്യം നോക്കിയാട്ടെ. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്ന ഞാൻ കണ്ടോ? ഡ്രങ്ക് വിത്ത് ദ ബ്ലഡ് ഓഫ് സെയിൻസ് ആൻഡ് ക്രിസ്ത്യൻ മാർട്ടീഴ്സ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, she killed the saints. She killed in the Old Testament and she killed in the New Testament. She hated God's people. ദൈവജനത്തെ അവള് കൊന്നൊടുക്കുകയാണ്. ഡാർക്ക് ഏജ് നമ്മൾ കണ്ടു. AD 590 തൊട്ട് 1517 വരെ. അത്രയും കാലയളവിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഡാർക്ക് ഏജില് ക്രിസ്ത്യൻ ചർച്ച്, അന്ന് റോമൻ കാത്തലിക് ചർച്ചാണ്, എത്ര പേരെ കൊന്നെന്നറിയാമോ? ചർച്ച കൊന്നകാരി ഞാൻ ചോദിക്കുന്നു, എത്ര പേരെ കൊന്നെന്നറിയാമോ? ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് 50 million people were killed. 50 million Christians were killed. Can you believe? 50 million എന്ന് പറഞ്ഞാല് 500 ലക്ഷം വിശ്വാസികളെ, വിശുദ്ധന്മാരെ റോമൻ സഭ കൊന്നു കളഞ്ഞു. തീർന്നില്ലേ? 1940-50കളിൽ കൊളംബിയയിലെ കാത്തലിക് ചർച്ച്, they killed thousands and thousands of people around the globe. ഞാൻ ഇനിയും പറയാൻ പോകുന്നത് കേൾക്കുന്ന ചിലർക്ക് ഇതൊരു ഒരു 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 പുതിയ ചിന്തയായിട്ട് തോന്നും. ഞാന് എന്തെങ്കിലും തെളിവില്ലാതൊന്നും പറയില്ല. കമ്മ്യൂണിസം, ബോൾഷിക് റവല്യൂഷൻ റഷ്യയിൽ നടക്കുന്നു. ഈ ബോൾഷിക് റവല്യൂഷൻ, കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ റഷ്യയിൽ നടക്കുമ്പോൾ അവിടെയുള്ള സാർ ചക്രവർത്തിമാരെ കൊന്ന് അവിടെയുള്ള സഭകളെ മുഴുവൻ നശിപ്പിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾക്ക് ആരാ പണം കൊടുത്തെന്നറിയാം? ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾക്ക് പണം കൊടുത്തത് ജെസ്യൂട്ട് ഫാദേഴ്സ് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട് കത്തോലിക്കല്ലേ. ജെസ്യൂട്ട് ഫാദേഴ്സ് ആണ്. ജെസ്യൂട്ട് ഫാദേഴ്സ് ഓത്തെടുക്കുമ്പോൾ അവർ ഓത്തെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ മതത്തിന് വേണ്ടി കൊല്ലാം ആളുകളെ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ, അല്ലെങ്കിൽ ഒരു പഠനം നടത്തിക്കോ. ഇത് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു, ഇതൊരു മർമ്മമാണ്, മിസ്റ്ററിയാണ്, മറഞ്ഞു കിടക്കുന്ന സത്യമാണ്. ഇത് നമ്മൾ അപഗ്രഥിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ജെസ്യൂട്ട് ഫാദേഴ്സ് ആണ് ഗോൾഡായിട്ടും മറ്റും റഷ്യയിൽ ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് പണം കൊടുത്ത്. അതെന്തിനാ അവിടെ പണം കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടാക്കിയത്? നമ്മൾ ഓർക്കണം, റോമൻ സാമ്രാജ്യത്തിൽ
ക്രിസ്തുമതം അവരുടെ സ്റ്റേറ്റ് റിലീജിയനായി തീർന്നപ്പോൾ, കറപ്റ്റഡായി തീർന്ന സഭ അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ബിഷപ്പുമാരെ ആക്കി. ഈ ബിഷപ്പുമാര് മെട്രോപൊളിറ്റൻ ബിഷപ്പ്, ഇങ്ങനെ ഒരു സ്ഥലത്തെ ബിഷപ്പ്, മെട്രോപൊളിറ്റൻ ബിഷപ്പ്, ഇവരുടെയൊക്കെ മുകളിലുള്ള ഏറ്റവും വലിയ യൂണിവേഴ്സൽ ബിഷപ്പുണ്ട്. ആ ബിഷപ്പിന്റെ പേരാണ് പിന്നീട് പോപ്പെന്നായി മാറിയത്, ഇവരുടെയൊക്കെ മുകളിൽ. അപ്പോൾ ആ മുകളിലുള്ള ബിഷപ്പിന്റെ കീഴില് ഈ സഭകളെല്ലാം വരണമെന്ന് പറഞ്ഞപ്പോൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്, അതായത് ഈസ്റ്റാംബൂൾ മുതലായ സ്ഥലങ്ങളിലുള്ളവര് ഇതിന് വിധേയപ്പെട്ടില്ല. അവരെതിർത്ത് അവര് ഈ പോപ്പിന്റെ കീഴിലാകാതെ മാറി അവര് വേറെ ഒരു കൂട്ടരായി മാറി. അങ്ങനെ കാത്തലിക് ചർച്ച് രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു. അല്ലെങ്കിൽ റോമൻ കാത്തലിസിസം രണ്ടായി, റോമൻ സാമ്രാജ്യം രണ്ടായി. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ആ ബിംബം പറയുമ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള കാല് വന്ന് രണ്ട് കാലായി മാറി. എത്ര സത്യമായിട്ടാ ദൈവം ഇതൊക്കെ വെളിപ്പെടുത്തുന്നു! എന്തൊരു അത്ഭുതമായിട്ടാ ദൈവം ഇത് വെളിപ്പെടുത്തുന്നത്! എനിയാവും വാട്ട് ഐ വാണ്ട് ടു ടെൽ യു, എന്തിനാണ് അന്ന് ജെസ്യൂട്ട് ഫാദേഴ്സ് ഈ പണം അവർക്ക് കൊടുത്തത്? കാരണം കാത്തലിക് ചർച്ചിന്റെ വെല്ലുവിളിയാണ് അന്ന് ഈസ്റ്റേൺ ഓർത്തഡോക്സ്. റഷ്യയിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് അവർ ദൈവവിശ്വാസികളായിരുന്നു. അവര് അവിശ്വാസികളല്ലായിരുന്നു, ദൈവവിശ്വാസികളായിരുന്നു. പക്ഷേ കാത്തലിക് ചർച്ചിന് എതിരാണ്. അവരെ നശിപ്പിക്കാൻ മതമേ ദൈവമേ ഇല്ല, ദേ പ്രൊനൗൺസ് ഗോഡ് ആസ് ഡെഡ്. അങ്ങനെ എത്തിസത്തിൽ, നിരീശ്വരത്വത്തിൽ അധിഷ്ഠിതമായ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ കൊണ്ടുവരാൻ ഇടയാക്കി. The one purpose of Catholicism was to suppress the Eastern Orthodox Church, who is against Catholic Church. ഇതാരറിയുന്നു? ദൈവം പറഞ്ഞു, ഇറ്റ് ഈസ് എ മിസ്റ്ററി. ഇതിന് ഒരുപാട് ആളുകളെ ഞാൻ ഓർപ്പിച്ചു. ഡാർക്ക് ഏജിൽ ഏതാണ്ട് 50 മില്യൺ ആളുകളെ ഇവർ കൊന്നുകളഞ്ഞു. മാർട്ടിൻ ലൂതർ കിങ്ങിനെ കൊന്നുകളഞ്ഞനെ, നവോത്ഥാനത്തിന്റെ പിതാവായ മാർട്ടിൻ ലൂതറൊക്കെ ജർമ്മനിയിൽ അഭയം പ്രാപിച്ച് അവിടുത്തെ രാജാവിന്റെ പ്രൊട്ടക്ഷനിലായതുകൊണ്ട് അദ്ദേഹത്തെ കൊന്നുകളയാക്കി. നിങ്ങൾക്കറിയാം, ടിൻഡൽ, അതായത് ബൈബിള് ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്ത ആദ്യത്തെ ആളാണ് ടിൻഡൽ. ടിൻഡലിനെ എന്നോ ചെയ്തു? ടിൻഡലിനെ പിടിച്ച് തീയിട്ട് കൊന്നുകളഞ്ഞു. ബൈബിള് ഭാഷാന്തരം ചെയ്തെന്ന് ബൈബിള് വായിക്കാൻ അനുവദിക്കുന്നില്ല. അവര് ചെയ്തതൊക്കെ വാസ്തവത്തിൽ ഒരു റിസർച്ച് ചെയ്താല് നമുക്ക് ഈ വാക്യങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എത്രയോ നമ്മൾ കണ്ടു. ഇത് 6-ാം വാക്യത്തിൽ വിശുദ്ധന്മാരുടെ രക്തവും പഴയ നിയമ കാലഘട്ടത്തിൽ കൊന്നു കുടിക്കിയ ദൈവജനത്തെയും യേശുവിന്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് കണ്ടു. ഷീസ് intoxicated with the blood of martyrs. പഴയ നിയമ കാലഘട്ടത്തിലും, അതായത് യഹൂദ വിശ്വാസത്തിലേക്ക് വന്ന ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു. മാർട്ടിയേഴ്സ്, because she is against God and his ways. She hated God and his people. കൊന്നുകളയുകയാണ്. അവിടെ നമുക്ക് വീണ്ടും 10-ാം വാക്യത്തിൽ ഒരു വെളിപ്പാട് കിട്ടുന്നുണ്ട്. സോറി 9. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ഥിരിക്കുന്ന 7 മലയാണ്. ഞാൻ ആ പേരുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. 7 ഹിൽഡ് സിറ്റി എന്ന് അറിയപ്പെടുന്നത് റോമാണ്. റോം ഈസ് ബിൽഡ് ഓൺ 7 ഹിൽഡ് സിറ്റി. അന്ന് ഇറക്കിയിട്ടുള്ള നാണയങ്ങളുണ്ട്. റോമൻ സാമ്രാജ്യം ഇറക്കിയ നാണയമുണ്ട്. ആ നാണയങ്ങൾ ഇന്നും
കളക്ട് ചെയ്യുന്നവരുടെ കയ്യിലുണ്ട്. അതിനകത്ത് കാണാം 7 ഹിൽഡ് സിറ്റി, ആ 7 മലകളുടെ പടമുള്ള 7 ഹിൽഡ് സിറ്റി എന്ന് രേഖപ്പെടുത്തിയ അത് കാണാനായിട്ട് കഴിയും. നമ്മുടെ സമയങ്ങൾ പോകുന്നു. ഞാൻ അടുത്തതിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ അല്പദീർഘമായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇതിൻ്റെ ഒറിജിൻ ഓഫ് ദിസ് ഹിസ്റ്ററി. ഇതിൻ്റെ പുറകിലോട്ടൊന്ന് ഇറങ്ങി ശ്രദ്ധിക്കാനായിട്ട്. എന്നാൽ ഇവിടെ ദൈവം എടുത്തു പറഞ്ഞു, ഇത് മനസ്സിലാക്കണമെങ്കിൽ 9-ാം വാക്യത്തിൽ ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ഇവിടെ എങ്ങനെയാ വായിക്കുന്നത്? ഹിയർ ഈസ് എ മൈൻഡ് വിച്ച് ഹാസ് വിസ്ഡം. ആംപ്ലിഫൈഡ് ബൈബിൾ ഞാനൊന്ന് വായിക്കാം. ദിസ് കോൾസ് ഫോർ എ മൈൻഡ് വിത്ത് വിസ്ഡം ആൻഡ് ഇന്റലിജൻസ്. കണ്ടോ, ആ 9-ാം വാക്യം എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ദിസ് കോൾസ് ഫോർ എ മൈൻഡ് വിത്ത് വിസ്ഡം ആൻഡ് ഇന്റലിജൻസ്. It is something for a particular mode of thinking and judging and thought, feeling and purposes. ഒരു പ്രത്യേക വിധത്തിൽ ഇത് ചിന്തിച്ച് ഗ്രഹിക്കുവാനായിട്ട് ദൈവം പറയുകയാണ്. എന്നാൽ ദൈവം നമുക്ക് കുറച്ച് ഈസിയാക്കി തന്നു. ഈ സ്ത്രീ 7 മലയിലിരിക്കുന്ന സ്ത്രീയാണ്. 7 ഹിൽഡ് സിറ്റി ഈസ് ആക്ച്വലി റോം. ഞാൻ ഇവിടെ ഇപ്പോൾ നിർത്താൻ പോവുകയാണ്. കാരണം ബാക്കി ഞാൻ നാളെ നമുക്കുണ്ടല്ലോ ക്ലാസ്, ഞാൻ എടുത്തോളാം. കാരണം ഒറ്റയടിക്ക് ഇനി എടുത്തു കഴിഞ്ഞാൽ അവിടെ തീരില്ല. എൻ്റെ സഹോദരന്മാരെ, വൺ തിങ് ലെറ്റ് മീ മേക്ക് യു ക്ലിയർ. റാപ്ചർ നടന്നു കഴിയുമ്പോൾ, വൺസ് ദ റാപ്ചർ ഹാസ് ടേക്കൺ പ്ലേസ്, ഇന്ന് ലോകത്തില് മതങ്ങളെ ഒന്നിപ്പിക്കുവാൻ, തുറന്നു പറയുമ്പോൾ ആർക്കും ഒരു ഫീലിംഗ് ഉണ്ടാകരുത്, ഞാൻ ഓർപ്പിക്കട്ടെ. എക്യുമെനിക്കൽ മൂവ്മെന്റ്, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, ഈ മൂവ്മെന്റ് ഒക്കെ തുടങ്ങിയത് 48-ലാണ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ഉണ്ടായത്. എക്യുമെനിക്കൽ മൂവ്മെന്റ് ഉണ്ടായി. എക്യുമെനിക്കൽ മൂവ്മെന്റ് ഫസ്റ്റ് എക്യുമെനിക്കൽ അസംബ്ലി കൂടുന്നത് 157 സഭകളുടെ ആളുകളാണ്. 157 ചർച്ചസ്, 352 delegates. They gathered in Amsterdam. അതാണ് ഫസ്റ്റ് മീറ്റിംഗ്. അവര് ഒരു മോട്ടോ അഡോപ്റ്റ് ചെയ്തു. ആ മോട്ടോ എന്താണെന്നറിയാമോ? ഞാനത് കുറിച്ചെടുത്തു. 1 വേൾഡ് 1 ചർച്ച്. 1 വേൾഡ് 1 ചർച്ച്. And the ultimate goal of ecumenical movement is to bring all religion together. എല്ലാ മതങ്ങളെയും ഒന്നിപ്പിക്കുക. 48-ൽ ആരംഭിച്ചതാണ്. 48-ലാണ് ഇസ്രയേലും സ്വതന്ത്രമായത്. നമ്മൾ ദൈവവചനത്തിൽ കാണുന്നു, ഇതിനെ തടുക്കുന്ന ഒരു ശക്തി ഇവിടെയുണ്ട്. തടുക്കുന്ന വഴി നിന്നും മാർഗം. അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. ഇതിന്റെ മർമ്മം, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി ഈസ് ഓൾറെഡി അറ്റ് വർക്ക്. അധർമ്മമൂർത്തിയെ കൊണ്ടുവരാൻ, ഈ ഏകലോക ഭരണകർത്താവിനെ കൊണ്ടുവരുവാൻ, ക്രിസ്തുവിന് പകരമുള്ളവനെ കൊണ്ടുവരാൻ വേണ്ടി ദ മിസ്റ്ററി ഈസ് ഓൾറെഡി അണ്ടർ വർക്ക്. പക്ഷേ അത് പൂർത്തീകരിക്കാത്തതിന്റെ കാരണം ഇതിനെ തടുക്കുന്ന ഒരു ശക്തി ഇവിടെയുണ്ട്. അത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്തിൽ ഇറങ്ങി വന്നു. ആ പരിശുദ്ധാത്മാവ് സഭയുമായി ഉൽപ്രാവണത്തിൽ ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അന്ന് ട്രൂ ബിലീവേഴ്സ്, ഏത് സഭാവിഭാഗത്തിലുള്ളവരാണെങ്കിലും യഥാർത്ഥമായ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ, അവരുടെ ഉള്ളിൽ ദൈവാത്മാവുണ്ട്. അവരെല്ലാം ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ ലക്ഷ്യം 1 വേൾഡ് 1 റിലീജിയൻ 1 ചർച്ച് ഈസി. തടുക്കാൻ ആരുമില്ല, കാര്യങ്ങൾ എളുപ്പമായി മാറും. അങ്ങനെ റോമിന്റെ കീഴിൽ ഇവരെല്ലാം കൂടെ അമരും. അതിൻ്റെ നേതാവായിരിക്കും ഈ കള്ളപ്രവാചകൻ എന്ന് പറയുന്ന. രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ നടുക്ക് സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും സ്വൈര്യതയ്ക്കും വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിൽ ഈ വ്യക്തി അംഗീകരിപ്പാൻ പ്രേരിപ്പിക്കുന്നത്, ഭൂവാസികളെ പ്രേരിപ്പിക്കുന്നത് ഈ മത നേതാവായിരിക്കും.
വി വിൽ കണ്ടിന്യൂ ദി സ്റ്റഡി നെക്സ്റ്റ് ഡേ. ദൈവം സഹായിക്കട്ടെ. ദൈവത്തോട് ഞാൻ ഓർത്തു പോവുകയാണ്, എത്ര നന്ദിയുള്ളവരായി ജീവിക്കണം. പാവപ്പെട്ട നമുക്ക് തൻ്റെ അത്ഭുതകരമായ കാര്യപരിപാടി, ഭാവിയിൽ നടക്കേണ്ട ഈ അത്ഭുത കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്കത് ഗ്രഹിക്കാൻ, പഠിക്കുവാൻ, മനസ്സിലാക്കാൻ തൻ്റെ ആത്മാവിനെ നൽകിയിട്ടുണ്ട്. ഒരു പരിധിവരെ നമുക്ക് ഗ്രഹിപ്പാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. എല്ലാ മഹത്വം കർത്താവിന് തരുന്നു. പ്രാർത്ഥനയോടുകൂടെ നാളെ നമുക്ക് ഒന്നിച്ച് കാണാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.